കൊച്ചിയിലെ പള്ളുരുത്തിയിലുള്ള സെന്റ് റീത്താസ് സ്കൂളുമായി ബന്ധപ്പെട്ട ഹിജാബിന്റെ വിഷയം. അതിന് അന്യ പുരുഷന്മാരിൽ നിന്ന് പ്രായപൂർത്തിയായ എല്ലാ സ്ത്രീകളും നിർബന്ധമായും സ്വീകരിക്കേണ്ട അവരുടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ് الذي علم بالقلم علم الإنسان ما لم يعلم. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നാട്ടിലെ ഏറെ ചർച്ചകൾക്ക് വഴിവെച്ച കൊച്ചിയിലെ പള്ളുരുത്തിയിലുള്ള സെൻറ്റ് റീത്താസ് സ്കൂളുമായി ബന്ധപ്പെട്ട ഹിജാബിൻ്റെ വിഷയം, അതിലൊരു വിശ്വാസി എന്ന നിലയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഈ ഒരു സംസാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും 3-4 ചിന്തകളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആലോചിക്കേണ്ടത്. ഒന്നാമതായി, എന്താണ് ഹിജാബ് എന്നത് തന്നെ അറിയാത്ത രീതിയിലാണ് പലപ്പോഴും ചാനലുകളിലും സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ ആളുകൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് എന്ന് ചർച്ചകൾ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹിജാബ് എന്ന അറബി പദത്തിന് മറ എന്നാണ് അർത്ഥം. ഒരു മറ സ്വീകരിക്കുന്നതിന്, മറയ്ക്കൊക്കെ നമുക്ക് ഹിജാബ് എന്ന് പറയാവുന്നതാണ്. എന്നാൽ ഈ ഹിജാബ്, ഒരു മുസ്ലിം സ്ത്രീ സ്വീകരിക്കേണ്ട ഹിജാബ്, അതൊരു പിന്തിരിപ്പൻ വേഷമായും 6-ാം നൂറ്റാണ്ടിലെ ജനവിഭാഗത്തിന് ആ കാലഘട്ടത്തിലെ പരിസ്ഥിതിക്കനുസരിച്ച് ബാധകമാക്കിയൊരു വേഷമായിരുന്നു. അത് ഇന്നും കൊണ്ടു നടക്കുന്നവർ പിന്തിരിപ്പന്മാരാണ് എന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെയാണ് നമുക്ക് ചർച്ചകളിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഹിജാബ് എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന സ്ത്രീ ആചരിക്കേണ്ട, അവർ സ്വീകരിക്കേണ്ട മറയാണ് ഹിജാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലെങ്കിൽ നമസ്കാരം, ഹജ്ജ്, ഉംറ പോലെയുള്ള ആരാധനാ കർമ്മങ്ങളിൽ സ്വീകരിക്കേണ്ട വേഷവിധാനം എന്നതിലപ്പുറം ഒരു മുസ്ലിം സ്ത്രീ അവളുടെ ജീവിതത്തിൽ മറ്റു അന്യ പുരുഷന്മാർക്കിടയിൽ സ്വീകരിക്കേണ്ട വേഷമായിട്ട് ആളുകൾ അതിനെ കാണുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ചകൾ വീക്ഷിക്കുമ്പോഴും അതുപോലെ തന്നെ പൊതുവെയുള്ള മുസ്ലിങ്ങളുടെ സമീപനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ ഹിജാബ് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ സുരക്ഷയ്ക്ക് വേണ്ടി അല്ലാഹു തആല നിയമമാക്കിയ ഒരു നിർദ്ദേശമാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് അഹ്സാബിലാണ് അതുമായി ബന്ധപ്പെട്ട വചനമുള്ളത്. അവിടെ അല്ലാഹു തആല പറഞ്ഞത്, യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലി അസ്വാജിക വ ബനാതിക വ നിസാഇൽ മുഅ്മിനീൻ. നബിയെ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് അതുപോലെ തന്നെ നിങ്ങളുടെ
പെൺമക്കളോട് മറ്റു വിശ്വാസിനികളായ സ്ത്രീകളോടും നിങ്ങൾ പറയണം, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ, അവർ അവരുടെ മൂടുപടങ്ങൾ അവരുടെ മുകളിലൂടെ താഴ്ത്തിയിട്ട് കൊള്ളട്ടെ. ദാലിക അദ്ന അൻ യുഅറഫ്, അവർ പരസ്പരം തിരിച്ചറിയാൻ അതാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത്. വലാ യുഅ്ദൈൻ, അവർ ആക്രമിക്കപ്പെടാതിരിക്കാനും സമൂഹത്തിൽ നിന്ന് അക്രമങ്ങൾ അവരുടെ മേലെ വരാതിരിക്കാനും ശല്യം ചെയ്യപ്പെടാതിരിക്കാനും അതാണ് അവർക്ക് നല്ലത്. വകാന അല്ലാഹു ഗഫൂറർ റഹീമ, അല്ലാഹു തആല പാവങ്ങൾ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. ഈ വചനത്തിലൂടെയാണ് സ്ത്രീകൾ ഹിജാബ് ധരിക്കണമെന്ന നിയമം ഇസ്ലാമിൽ നിർബന്ധമാക്കുന്നത്. ചാനൽ ചർച്ചകൾ പരിശോധിക്കുമ്പോൾ ഇസ്ലാമിൽ ആകെ നിർബന്ധമുള്ളത് 5 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഇസ്ലാം കാര്യങ്ങളാണ്. അതല്ലാത്തതൊക്കെ ചോയ്സാണ്. ആളുകൾക്ക് ആവശ്യമെങ്കിൽ ആകാം, അല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന രീതിയിലാണ് ആളുകൾ ഇതിനെയൊക്കെ സമീപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സിഖ് മതത്തിൽ അവരുടെ വസ്ത്രധാരണ, അവരെവിടെയാണെങ്കിലും ഏത് വേഷത്തിലാണെങ്കിലും ഏത് ഓഫീസിലാണെങ്കിലും തലമറക്കുക എന്നുള്ളത് ആണിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് വേഷത്തിൽ പെട്ടതാണ്, അത് നിർബന്ധമാണ്. ഇതുപോലെ ഇസ്ലാമിൽ നിർബന്ധമല്ല ഹിജാബ്. അത് 5 കാര്യങ്ങൾ, നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് തുടങ്ങിയ 5 കാര്യങ്ങൾ മാത്രമാണ് അവർക്ക് നിർബന്ധമുള്ളത് എന്നൊക്കെയാണ് സമൂഹം തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. എന്നാൽ അള്ളാഹുവിൻ്റെ ഖുർആൻ പരിശോധിച്ചാൽ അങ്ങനെയല്ല. അന്യ പുരുഷന്മാരിൽ നിന്ന് പ്രായപൂർത്തിയായ എല്ലാ സ്ത്രീകളും നിർബന്ധമായും സ്വീകരിക്കേണ്ട അവരുടെ മറയാണ് ഹിജാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുൻകൈയും മുഖവും ഒഴിച്ചു ബാക്കിയുള്ള മുഴുവൻ ഭാഗങ്ങളും ഒരു സ്ത്രീ മറക്കുക എന്നുള്ളത് നിർബന്ധമാണ് എന്നതിൽ മുസ്ലിം ലോകത്ത് അഭിപ്രായ വ്യത്യാസമില്ല. മുഖം മറക്കുന്ന നിഖാബ് അത് നിർബന്ധമാണോ അല്ലേ? ഇതിൽ മാത്രമാണ് പണ്ഡിതന്മാർക്കിടയിൽ വീക്ഷണ വ്യത്യാസമുള്ളത്. എന്നിരുന്നാലും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉത്തമമായിട്ടുള്ളതും ഏറ്റവും അഫ്ദലായിട്ടുള്ളതും അവരുടെ മുഖം മറച്ച് പുറത്തിറങ്ങുക എന്നത് തന്നെയാണ്. അതിലും അഭിപ്രായ വ്യത്യാസമില്ല. അത് നിർബന്ധമാണോ സുന്നത്താണോ എന്നതിൽ മാത്രമാണ് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുള്ളത്. പക്ഷേ നമ്മുടെ നാട്ടിൽ ചർച്ചയായത് നിഖാബുമായി ബന്ധപ്പെട്ടതല്ല, അവരുടെ ശിരോവസ്ത്രമാണ്. അതിനെയാണ് നമ്മൾ നമ്മുടെ നാട്ടിലെ ഹിജാബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും. എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരത്തിൻ്റെ മുഴുപ്പും കൊഴുപ്പും എല്ലാം കാണുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കുക എന്നത് അവൾക്ക് നിഷിദ്ധമാണ്. മുഖവും മുൻകൈയും ഒഴിച്ചു ബാക്കിയുള്ള മുഴുവൻ ഭാഗങ്ങളും അന്യപുരുഷന്മാർക്കിടയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അവർ മറച്ചിരിക്കണം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സാഹചര്യങ്ങൾ, അത് പള്ളികളിലാകട്ടെ, ജോലിസ്ഥലങ്ങളാകട്ടെ, പഠന വിദ്യാലയങ്ങളാകട്ടെ, കുടുംബ സന്ദർശനങ്ങളാകട്ടെ, ഏത് സന്ദർഭങ്ങളായിരുന്നാലും നിർബന്ധമായും മറച്ചിരിക്കേണ്ട ഈ ഭാഗങ്ങൾ ഒരു സ്ത്രീ മറക്കുക എന്നുള്ളത് അവൾക്ക് നിർബന്ധമാണ് എന്ന് ഈ ആയത്തുകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇതിന് മുസ്ലിം സമൂഹത്തിലെ ഭൂരിഭാഗവും ഇന്ന് കണ്ടുവരുന്ന അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഹിജാബ് എന്ന പേര് പറഞ്ഞിട്ട് മുസ്ലിം സ്ത്രീകൾക്ക് അനുവദിക്കപ്പെട്ട പലതിൽ നിന്നും അവളെ വിലക്കുന്നതായി കാണാം. പള്ളി സ്ത്രീകൾക്ക് ഹറാമാക്കിയത് ഹിജാബിൻ്റെ ആയത്തുണ്ടെന്നാണ് പറയാം. അതുപോലെ തന്നെ ഉംറയ്ക്ക് വേണ്ടി പുണ്യഭൂമിയിലെത്തിയാലും മസ്ജിദുൽ ഹറമിൽ ഉംറയ്ക്ക് വേണ്ടി മാത്രം പ്രവേശിക്കുക, മറ്റു ആരാധനകളിൽ നിന്ന് നമസ്കാരങ്ങളിൽ നിന്ന് അവരെ തടയുന്നതും ഈ ഹിജാബ് എന്നു പേര് പറഞ്ഞിട്ടാണ്. എന്നാൽ ഇതേ ആളുകൾ നടത്തുന്ന ഉത്സവങ്ങൾ, നേർച്ചകൾ, അതുപോലെ തുടങ്ങിയ ആഘോഷങ്ങൾ, ഇതിലൊക്കെ സ്ത്രീകൾ പ്രത്യക്ഷപ്പെടുന്നത് ഇസ്ലാമിൻ്റെ യഥാർത്ഥ ഹിജാബ് ഇല്ലാതെയുമാണ്. അതുകൊണ്ട് തന്നെയാണ് പൊതുസമൂഹത്തിൽ മുസ്ലിങ്ങൾ ഹിജാബ് എന്ന് പറയുന്നത് എന്താണ് എന്ന തിരിച്ചറിവില്ലാതെ പോയതും ആളുകൾ തെറ്റിദ്ധരിച്ചതുമെന്നത് നമ്മൾ അടിവരയിടേണ്ടതാണ്. എന്തുകൊണ്ട് മുസ്ലിം സ്ത്രീക്ക് ഹിജാബ് നിർബന്ധമല്ല എന്ന് നമ്മുടെ സമൂഹത്തിൽ അന്യ മതങ്ങളിൽപ്പെട്ട ആളുകൾ വിചാരിക്കുന്നുവെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒന്നാമത്തെ ഉത്തരം നമ്മുടെ മുസ്ലിം സ്ത്രീകൾ തന്നെയാണ്. മുസ്ലിം സ്ത്രീകളിൽ ഭൂരിഭാഗവും കൃത്യമായ ഹിജാബ് ധരിക്കാതെ അങ്ങാടികളിലും അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെടുമ്പോൾ അത് ചോയ്സാണ്, നിർബന്ധമല്ല എന്നൊരു ധാരണ പൊതുസമൂഹത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ ഈ സമയത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട പോയിൻ്റ് അതാണ്. എന്താണ് ഹിജാബ്?
ആ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ നിർദ്ദേശം എന്താണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ, നമ്മുടെ പെൺകുട്ടികൾ, നമ്മുടെ ഭാര്യമാർ, അതുപോലെ സ്ത്രീകൾ, അവരൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഏത് സന്ദർഭങ്ങളിലും ഏത് സാഹചര്യങ്ങളിലും അത് ആരുടെ മുന്നിലാണെങ്കിലും അവർ നമുക്ക് മഹ്റമല്ല എങ്കിൽ ഈ പറഞ്ഞ ഭാഗങ്ങൾ മറച്ചുകൊണ്ടായിരിക്കണം, ഹിജാബ് ധരിച്ചുകൊണ്ടായിരിക്കണം അവർ പ്രത്യക്ഷപ്പെടേണ്ടത്. ഇല്ല എങ്കിൽ അത് കുറ്റകരമാണ് എന്നുള്ളത് തന്നെയാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ വിഷയത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, സമൂഹത്തെ പരിശോധിക്കുമ്പോൾ ഹിജാബ് ധരിച്ച ആളുകളെ നിരുത്സാഹപ്പെടുത്താനും അത് തടയാനും ധാരാളം ആളുകളെ കാണാം. ഹിജാബ് ധരിക്കുന്നത് അത് ചാക്കിൽ കെട്ടി പൊതിയുന്ന, സ്ത്രീകളെ അടിമത്തത്തിലേക്ക് നയിക്കുന്ന പിന്തിരിപ്പന്മാരായിട്ടുള്ള ആളുകളാണ് എന്ന നിലയിൽ സമൂഹത്തിൽ അവതരിപ്പിക്കുകയും അതൊരു പഴഞ്ചൻ വസ്ത്രമായി സമൂഹ മാധ്യമങ്ങളിലൂടെ ആളുകൾക്കിടയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നതായി നമുക്ക് കാണാം. കൃത്യമായ ഹിജാബ് ധരിച്ചു വരുന്ന സ്ത്രീകളെ ഹജ്ജുമയാണെന്ന് പറഞ്ഞ് കളിയാക്കുന്ന, അതുപോലെ തന്നെ ഇനി നിഖാബിടുന്ന ആളുകളെ കാണുമ്പോൾ മുസ്ലിം സമൂഹത്തിൽ തന്നെ അതൊരു അതിവാദമാണ്, തീവ്രവാദമാണ്, തീവ്ര ചിന്തയുടെ ഭാഗമാണ്. നിഖാബ് എന്നുള്ളത് അത് ഇവിടെ അറേബ്യൻ മണലാരുണ്യത്തിൽ അവർ കാറ്റടിക്കുമ്പോൾ കണ്ണിലേക്ക് പൊടി വരാതിരിക്കാൻ അവർ സ്വീകരിച്ചിരുന്ന ഒരു മൂടുപടം മാത്രമാണ്. അത് ഇസ്ലാമുമായി ഒരു പുലബന്ധവും അതിനില്ല എന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെയാണ് മുസ്ലിം സമൂഹങ്ങളിൽ നിന്ന് പോലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മുസ്ലിം എന്ന നിലയിൽ, ഒരു മുസ്ലിം സ്ത്രീ എന്ന നിലയിൽ, ഒരു മുസ്ലിം പെൺകുട്ടിയുടെ ഉപ്പ, ഭർത്താവ് എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച് തന്ന വേഷവിധാനമാണിത്. ഇത് ഇസ്ലാമിൻ്റെ ഐഡൻറ്റിറ്റിയാണ്. ഒരു മുസ്ലിം എന്ന നിലയിൽ ഈ ഐഡൻറ്റിറ്റിയോട് കൂടി തന്നെയാണ് ഞാൻ അറിയപ്പെടേണ്ടത് എന്ന ഒരു നിർബന്ധ ബോധ്യവും നിർബന്ധ ബുദ്ധിയും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ആളുകൾ എന്തൊക്കെ പറഞ്ഞ് കളിയാക്കിയാലും, ആളുകൾ ഏതൊക്കെ രീതിയിൽ എന്നെ പരിഹസിച്ചാലും, എനിക്ക് വലുത് എൻ്റെ റബ്ബിൻ്റെ ഇഷ്ടമാണ്, എൻ്റെ ലക്ഷ്യം സ്വർഗമാണ്. അതുകൊണ്ട് ആളുകളുടെ കളിയാക്കലുകളോ ആളുകളുടെ പരിഹാസങ്ങളോ എന്നെ ബാധിക്കുന്നതല്ല എന്ന ചിന്തയാണ് ഒരു മുസ്ലിം എന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. ഇത് ഹിജാബ് എന്നത് സ്ത്രീകളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ താടിയുടെ വിഷയമാകട്ടെ, അവരുടെ വസ്ത്രത്തിൻ്റെ വിഷയങ്ങളിലാകട്ടെ, ഇസ്ലാം നിർദ്ദേശിച്ച നിർദ്ദേശങ്ങളുമായി കൃത്യതയോടുകൂടി ആളുകൾ മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും പല രീതിയിലുള്ള പരിഹാസങ്ങൾ നമുക്ക് കേൾക്കേണ്ടി വരും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു വചനം ഇവിടെ ശ്രദ്ധേയമാണ്, നമുക്കെല്ലാം ആശ്വാസവും അതുപോലെ തന്നെ ആവേശവും നൽകുന്നതാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന മിൻ വറായിക്കും അയ്യാമ സ്വബർ, നിങ്ങൾക്ക് ശേഷം, സഹാബികളോട് പറയാണ്, നിങ്ങൾക്ക് ശേഷം ഒരു കാലഘട്ടം വരാനുണ്ട്. ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത തീക്ഷ്ണമായ പരീക്ഷണത്തിൻ്റെ കാലമാണ്. ഇന്ന് നിങ്ങൾ അനുഭവിച്ചതിനേക്കാളും കൂടുതൽ പരീക്ഷണങ്ങൾ ആ കാലഘട്ടത്തിൽ ആളുകൾ അനുഭവിക്കേണ്ടി വരും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലി മുതമസ്സികി ഫീഹിന്ന യൗമഇദിൻ ബിമാ അൻതും അലൈഹി അജ്റു 50 മിൻകും. ലിൽ മുതമസ്സികി ഫീഹിന്ന, ആ ദിവസങ്ങളിൽ, ആ കാലഘട്ടങ്ങളിൽ ആരാണോ അള്ളാഹുവിൻ്റെ ദീന് മുറുകെ പിടിക്കുന്നത്, എന്തൊക്കെ പരിഹാസങ്ങൾ ഉണ്ടായാലും, എന്തൊക്കെ കുത്തുവാക്കുകൾ ഏൽക്കേണ്ടി വന്നാലും, അള്ളാഹുവിൻ്റെ നിയമമാണ് എനിക്ക് വലുത്, എൻ്റെ റബ്ബിൻ്റെ ഇഷ്ടമാണ് ഞാൻ നേടിയെടുക്കേണ്ടത് എന്ന് കരുതി ക്ഷമയോടെ സഹിച്ച് ക്ഷമിച്ച് ആരാണോ തൻ്റെ ദീനിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്നത്, അവരെപ്പറ്റി അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അലൈഹി അജ്റു 50 മിൻകും, നിങ്ങളിൽ 50 ആളുകളുടെ ഷഹാദത്തിൻ്റെ കൂലി അവർക്കുണ്ടെന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചു, യാ നബി അല്ലാഹ് ഔ മിൻഹും, നബി പറഞ്ഞു നിങ്ങളിൽ 50, അഥവാ സഹാബത്തുകളുടെ 50 ഷഹീദുകൾ എന്നാണ്. അപ്പോൾ സഹാബികൾക്കൊരു സംശയം, ഞങ്ങളിൽ 50 ആണോ അത് അവരുടെ കൂട്ടത്തിൽ 50-ൽ ഒരാൾക്ക് 50-ൽ 1 കിട്ടുന്നതാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൽ മിൻകും, അല്ല, നിങ്ങളിൽ 50 ആളുകളുടെ ഷഹാദത്തിൻ്റെ പുണ്യം ലഭിക്കുമെന്നാണ്. കാലഘട്ടം കഴിയും തോറും, ഖിയാമത്തിലേക്ക് അടുക്കും തോറും ഈ തീക്ഷ്ണമായ സ്വബറിൻ്റെ കാലം അത് അധികരിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. ഇതൊക്കെ കെട്ടടങ്ങിയിട്ട് എനിക്ക് ദീനനുസരിച്ച് ജീവിക്കണമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ
അങ്ങനെ ഒരു കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകൂല. അവസാന കാലഘട്ടമാകുമ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു തീയിൻ്റെ കഷ്ണം കയ്യിൽ പിടിക്കുന്ന അത്രയും ക്ഷമയും സ്വബറും നമ്മൾ കാണിക്കേണ്ടി വരും. അത്രയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സമൂഹത്തിൽ നിന്ന് ഈ ദീനിൻ്റെ പേരിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അവിടെയൊക്കെ നമുക്ക് പ്രചോദനമേകേണ്ടത് പ്രവാചകൻ്റെ ഈ ഹദീസാണ്. സഹാബികളുടെ കൂട്ടത്തിലെ ഒരാളുടെ ഷഹാദക്കുള്ള പ്രതിഫലം എത്രയാണ്? ആരാണത് ആഗ്രഹിക്കാത്തത്? ആരാണത് കൊതിക്കാത്തത്? 50 ആളുകളുടെ ഷഹാദത്തിൻ്റെ പ്രതിഫലമാണ് തീക്ഷ്ണമായ പരീക്ഷണങ്ങളിൽ ക്ഷമ അവലംബിച്ച് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം കാംക്ഷിച്ച് അള്ളാഹുവിൻ്റെ പ്രീതി തേടിക്കൊണ്ട് ജീവിക്കുന്ന ആളുകൾക്കുള്ളത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആരൊക്കെ പരിഹസിച്ചാലും ആരൊക്കെ നിരുത്സാഹപ്പെടുത്തിയാലും എൻ്റെ കുടുംബത്തിന്, എൻ്റെ മക്കൾക്ക്, എൻ്റെ ഭാര്യയ്ക്ക്, എനിക്ക് ദീനാണ് വലുത് എന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറാൻ പറ്റണം. ഇവിടെയൊക്കെ നമ്മൾ ഏറ്റവും അടിവരയിടേണ്ട വിഷയം നമ്മുടെ ലക്ഷ്യം നമ്മൾ സെറ്റ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? അത് സ്വർഗമായിരിക്കണം, പരലോക വിജയമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഏത് പരീക്ഷണങ്ങൾ വന്നാലും ക്ഷമയോടെ പിടിച്ചു നിൽക്കാൻ നമുക്ക് പറ്റും. ആ ലക്ഷ്യത്തിലേക്കുള്ള ഒരു പ്രയാണമാണ് ഇത് എന്ന ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകും. നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല. ദുന്യവിയായ എന്തെങ്കിലും ലക്ഷ്യത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ആരുടെയെങ്കിലും ചെറിയ കുത്തുവാക്ക് മതി ദീനിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കാൻ. അതുപോലെ തന്നെ അപകർഷതാബോധത്തോടു കൂടി ദീനിനെ വലിച്ചെറിയുന്ന അവസ്ഥയിലേക്ക് മുസ്ലിം ഉമ്മത്ത് എത്തിച്ചേരാൻ അത് തന്നെ മതിയാകുന്നതാണ്. അതുകൊണ്ട് രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. ആരൊക്കെ നിരുത്സാഹപ്പെടുത്തിയാലും എനിക്കെൻ്റെ ദീനാണ് വലുത്, അത് മുറുകെ പിടിച്ച് ജീവിക്കാൻ എനിക്ക് സാധിക്കണം എന്ന ബോധ്യമാണ് ഈ ഒരു അവസരത്തിൽ രണ്ടാമതായി നമുക്കുണ്ടാകേണ്ടത്. അതുപോലെ തന്നെ മൂന്നാമതായി നമ്മൾ കാണേണ്ടത്, ഈ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്തപ്പോൾ പല സാംസ്കാരിക നായകന്മാരെയും നമ്മൾ കണ്ടിട്ടില്ല. ഇസ്ലാം പ്രതിക്കൂട്ടിലാണ് എന്ന് തോന്നുന്ന എന്തെങ്കിലും ഒരു ചെറിയ വിഷയമുണ്ടാകുമ്പോഴേക്കും വലിയ പേജുകൾ സോഷ്യൽ മീഡിയയിലും മറ്റും നിരത്തുന്ന, അതുപോലെ തന്നെ ചാനൽ ചർച്ചകളിൽ വന്ന് വലിയ വാദങ്ങൾ ഉന്നയിക്കുന്ന ആളുകളെയൊന്നും ഈ വിഷയങ്ങളിൽ കൂടുതൽ സംസാരിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഇരക്കൊപ്പം എന്ന് പറഞ്ഞ് സ്റ്റാറ്റസ് ഇടുന്നതായിട്ടോ ഒന്നും ആ കുട്ടിയുടെ വിഷയത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. അതിൻ്റെ കാരണം അവരുടെ ലക്ഷ്യം ഇസ്ലാമാണ്. ഇസ്ലാമിനെ എതിർക്കുക, ഇസ്ലാമിനെ നശിപ്പിക്കുക, ഇസ്ലാമിനെതിരെ സംസാരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെയുള്ള ആളുകളൊക്കെ നടക്കുന്നത്. ഈ പറഞ്ഞ സംഭവം ഒരു മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂളിലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? ഓണത്തിൻ്റെ അന്ന് സ്കൂളിൽ ഓണപരിപാടികളില്ല, അത് നമ്മുടെ മതത്തിനെതിരാണ് എന്ന് മുസ്ലിം കുട്ടികളോട് പറഞ്ഞതിൻ്റെ പേരിൽ ആ അധ്യാപികയ്ക്ക് കേസും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വന്നത് നമ്മൾ വായിച്ചതാണ്. ഞാൻ പറഞ്ഞു വന്നത്, സമൂഹത്തിൽ വളരെ വലിയ സാംസ്കാരിക നായകന്മാരാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾക്കൊന്നും ഈ വിഷയത്തിലൊന്നും പറയാനില്ല. നമ്മുടെ നാട്ടിൽ നോക്ക് നിങ്ങൾ, അറബി കോളേജുകളിൽ ഏത് അറബി കോളേജ് എടുത്താലും അവിടുത്തെ യൂണിഫോം എന്ന് പറഞ്ഞാൽ പർദ്ദയായിരിക്കും, മഫ്തണ്ടായിരിക്കും. എന്നാൽ അപൂർവം ചില അറബി കോളേജുകളിൽ അമുസ്ലിം കുട്ടികൾ പഠിക്കുന്നുണ്ട്. അറബിക് ഭാഷ പഠിക്കാൻ അമുസ്ലിം കുട്ടികൾ വരുന്നുണ്ട്. അവരുടെ യൂണിഫോം എന്താണ്? അവർ പർദ്ദ ധരിക്കാറില്ല, പർദ്ദ ധരിക്കാൻ നിർബന്ധിക്കാറുമില്ല. കാരണം അത് അവർക്ക് ആവശ്യമില്ല. ഒരു മുസ്ലിമെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിർബന്ധമാണ് ഹിജാബ്. എന്നാൽ ഇത് ഞങ്ങളുടെ ഈ സ്ഥാപനത്തിലെ യൂണിഫോമാണ്, അതുകൊണ്ട് പർദ്ദ ധരിക്കണമെന്നാരും നിർബന്ധം പിടിക്കാറില്ല. അതും ഈ കൂട്ടത്തിൽ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, മനിൽ തമസ റിളല്ലാഹി ബിസഖ്തിന്നാസി കഫല്ലാഹു മുഅ്നതന്നാസ്. ഈ ഹദീസ് അടിവരയിട്ട് ഏത് സമയത്തും നമ്മുടെ മനസ്സിലുണ്ടാകണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മനിൽ തമസ റിളല്ലാഹ്, ആരാണോ അള്ളാൻ്റെ പ്രീതി ആഗ്രഹിച്ച് അതിനെ തേടി നടക്കുന്നത്, ബിസുഖ്തിന്നാസ്, അങ്ങനെ അള്ളാൻ്റെ പ്രീതിയുമായി നടക്കുമ്പോൾ ജനങ്ങളിൽ നിന്ന് കോപങ്ങളും പരിഹാസങ്ങളും കുത്തുവാക്കുകളും ചിലപ്പോൾ അവൻ ഏൽക്കേണ്ടി വരും. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു തആല പറയാണ്, കഫല്ലാഹ്, അവൻ അള്ളാഹ് മതി. മുഅ്നതന്നാസ്, ജനങ്ങളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനൊരു അമ്ന് നൽകും, ഒരു നിർഭയത്വം നൽകും, ഒരു പ്രൊട്ടക്ഷൻ നൽകും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നബി വീണ്ടും പറയാണ്, മനിൽ തമസ റിളന്നാസി ബിസഖ്തില്ലാഹ്,
ആരാണോ ജനങ്ങളുടെ ഇഷ്ടമന്വേഷിച്ച് അള്ളാൻ്റെ കോപം വിലക്ക് വാങ്ങുന്നത്, വകലഹുല്ലാഹു ഇലന്നാസ്, അള്ളാഹ് അവനെ ജനങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസാണ്. തുർമിദിയുടെ സുനനിൽ നമുക്കിത് വായിച്ചെടുക്കാൻ പറ്റുന്നതാണ്. നോക്ക് നിങ്ങൾ, ഈ ഹദീസ് വളരെ ശ്രദ്ധേയമാണ്. പലപ്പോഴും ആളുകളുടെ ഇഷ്ടമാണ് ഭൂരിഭാഗത്തിന് ആവശ്യം, ജനങ്ങളുടെ കയ്യടിയാണ് ആളുകൾക്ക് ആവശ്യം. എന്നെപ്പറ്റി അവരെന്ത് വിചാരിക്കും, എന്നെപ്പറ്റി പൊതുസമൂഹം എന്ത് ധരിക്കും എന്ന ചിന്തയിൽ പലപ്പോഴും ദീന് പ്രകടിപ്പിക്കാൻ, ദീനിൻ്റെ ശആയിറുകൾ പ്രകടമാക്കാൻ മടി കാണിക്കുന്ന മുസ്ലിം സമൂഹത്തിൻ്റെ മക്കളെയാണ് നമ്മൾ പ്രത്യേകിച്ച് പുതുതലമുറയിൽ കണ്ടുവരുന്നത്. നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു മേഖല അതാണ്. നമ്മുടെ കുട്ടികൾക്ക് ഇസ്ലാമികമായ ബോധം നൽകണം. ഏത് സാഹചര്യങ്ങളിലും ഞാനൊരു മുസ്ലിമാണെന്ന് അഭിമാനത്തോടു കൂടി പറയാൻ നമ്മുടെ മക്കൾക്ക് പറ്റണം. ഞാനൊരു മുസ്ലിമാണ്, ആ ഐഡൻറ്റിറ്റിയോട് കൂടി ജീവിക്കാനുള്ള അപകർഷതാബോധം നമ്മുടെ മക്കൾക്കുണ്ടെങ്കിൽ ഏത് സമയവും അവരിൽ നിന്ന് ഈമാൻ നഷ്ടപ്പെട്ടു പോകും. കാരണം അവർക്ക് ജനങ്ങളുടെ തൃപ്തിയായിരിക്കും ആവശ്യം. അല്ല മോനെ, അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് നിനക്ക് വേണ്ടതെന്ന ചിന്ത മക്കളിൽ ഇട്ടുകൊടുക്കാൻ നമുക്ക് പറ്റണം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഞാൻ നിനക്ക് ചില വാക്കുകൾ പഠിപ്പിച്ചു തരാം, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം, എങ്കിൽ അള്ളാഹു തആല നിന്നെ സംരക്ഷിക്കും. അതിൽ ഓരോ പദങ്ങളും നമ്മുടെ മക്കളെ ഓരോരോ പദങ്ങളായി തന്നെ പഠിപ്പിക്കേണ്ടതാണ്. മക്കളെ മാത്രമല്ല, നമ്മളും പഠിക്കേണ്ടതാണ്. യഹ്ഫദില്ലാഹ യഹ്ഫദുക് യഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക്. മോനെ, നീ പഠിക്കണം. ഒരു ചെറിയ കുട്ടിയെ വിളിച്ചിട്ട് പറയാണ് നബിൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ, നീ അള്ളാഹനെ സൂക്ഷിക്ക്, എങ്കിൽ അള്ളാഹ് നിന്നെ സംരക്ഷിക്കും. നീ അള്ളാഹനെ സൂക്ഷിക്ക്, പ്രതിസന്ധികളിൽ അള്ളാഹു നിനക്ക് താങ്ങായിട്ടുണ്ടാകും. എന്നിട്ട് നബി പറയാണ്, ഒരു സമൂഹം മുഴുവൻ നിന്നെ ഉപദ്രവിക്കാൻ വന്നാലും അള്ളാഹ് നിശ്ചയിക്കാത്തതൊന്ന് നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഒരു സമൂഹം മുഴുവൻ നിനക്ക് വേണ്ടി കയ്യടിക്കാൻ വന്നാലും അള്ളാഹു നിശ്ചയിക്കാത്തൊരു സന്തോഷവും ഒരു നന്മയും നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല. ഇത് അടിസ്ഥാന വിശ്വാസമാണ്. ഈ വിശ്വാസം മുസ്ലിം ഉമ്മത്തിന് നഷ്ടപ്പെട്ടു പോയാൽ അവിടെ മുസ്ലിങ്ങളുടെ പരാജയം ആരംഭിക്കും. ഈ വിശ്വാസം എത്രമാത്രം മുസ്ലിം സമൂഹത്തിൽ ദൃഢമാണോ, മുസ്ലിം സമൂഹത്തിന് തല താഴ്ത്തേണ്ടി വരൂല. ആരുടെ മുന്നിലും, ഏതു വലിയ രാജാവായിരുന്നാലും തല ഉയർത്തിപ്പിടിക്കാം. കാരണം രാജാതിരാജനായ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ് നമ്മളുള്ളതെന്ന ബോധം നമുക്കുണ്ടായിരിക്കണം. ആ റബ്ബിൻ്റെ ആളുകളാണ് ഹിസ്ബുല്ലാ, അള്ളാഹുവിൻ്റെ കക്ഷിയിൽപ്പെട്ട ഒരംഗമാണ് ഞാനെന്ന ബോധം. ആ ബോധമുണ്ടായാൽ അപകർഷതാബോധം നീങ്ങിപ്പോകും. ആത്മാഭിമാന ബോധമായിരിക്കും മുസ്ലിങ്ങൾക്ക് ഉണ്ടാകുക. അതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ വിഷയത്തിൽ കൂടുതൽ ജാഗ്രത കാണിക്കുക. അവരുടെ പഠനത്തിന് വേണ്ടി നാം തിരഞ്ഞെടുക്കുന്ന സ്ഥാപനങ്ങൾ നമ്മൾ അന്വേഷിക്കണം. ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ അവിടെ നല്ല പഠനം നടക്കുന്നുണ്ട്, ഭൗതികമായ വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന സ്ഥാപനമാണ് എന്ന് കേൾക്കുമ്പോഴേക്കും, അല്ലെങ്കിൽ അവിടെ പഠിച്ച ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഏതെങ്കിലും രീതിയിൽ റാങ്ക് ലഭിച്ചു എന്ന് കേൾക്കുമ്പോഴേക്കും അതാരാ നടത്തുന്നത്, അവരുടെ ലക്ഷ്യം എന്താണ്, അവരുടെ പോളിസി എന്താണ്, ഇതൊന്നും അറിയാതെ മക്കളെ ഡയറക്റ്റ് കൊണ്ടുപോയി ചേർക്കുന്ന മാതാപിതാക്കൾ വളരെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. പ്രായപൂർത്തിയായ നമ്മുടെ മക്കൾക്ക് 5 നേരം നിസ്കരിക്കാൻ അവിടെ സ്ഥലമില്ലെങ്കിൽ, ആ സ്ഥാപനത്തിൽ പോകുന്ന കാരണത്താൽ ദുഹർ എല്ലാ സമയത്തും കുട്ടിക്ക് മിസ്സാവാണ്. അവന് പ്രായപൂർത്തിയായിട്ടുണ്ട്, ദുഹർ നിസ്കരിക്കാനുള്ള സൗകര്യം ആ സ്കൂളിലില്ല, അതുകൊണ്ട് തന്നെ അവന് ദുഹർ നിസ്കരിക്കുന്നില്ല. പിന്നെ എന്തിനാണ് നമ്മൾ ആ കുട്ടീനെ അവിടെ പഠിപ്പിക്കുന്നത്? ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മുടെ ലക്ഷ്യം എന്താണ്? എൻ്റെ കുട്ടിക്ക് നല്ല ഡോക്ടറായി മാറണം, എൻ്റെ കുട്ടി നല്ല എഞ്ചിനീയർ ആകണം, നല്ല സയൻറ്റിസ്റ്റ് ആകണം, ഇതാണോ ലക്ഷ്യം? അതല്ല, എൻ്റെ കുട്ടി അള്ളാഹുവിൻ്റെ നരകത്തിൽ പ്രവേശിക്കാൻ പാടില്ല, എൻ്റെ കുട്ടിയും ഞാനും കുടുംബവും എല്ലാം അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കണം, ഇതാണോ ലക്ഷ്യം? ബഹുമാന്യനായ സക്കരിയ സ്വലാഹി റഹിമഹുല്ലാ വളരെ മുമ്പ് ഈ വിഷയത്തിൽ നടത്തിയ ഒരു പ്രഭാഷണം ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എൻ്റെ കുട്ടി ഡിഗ്രി പഠിച്ചോ, +2 കഴിഞ്ഞോ എന്ന് അള്ളാഹ് ചോദിക്കൂല, എൻ്റെ കുട്ടി നിസ്കരിച്ചോ എന്ന് അള്ളാഹ് ചോദിക്കും.
മുൻഗണനാക്രമം സെറ്റ് ചെയ്യുന്നിടത്ത് പലപ്പോഴും മുസ്ലിങ്ങൾ ബാക്കിലാണ്. ഭൗതികമായ മേഖലകളിൽ ഭൗതികമായ മേഖലകളിൽ ഏറ്റവും ഉന്നതിയിലെത്തുക എന്ന ലക്ഷ്യത്തിലേക്കാണ് മുസ്ലിം സമൂഹം പോകുന്നത്. അതാണ് അവരുടെ ലക്ഷ്യവും അതാണ് അവരുടെ പ്ലാനിങ്ങിലുള്ളത്. ആഖിറത്ത് ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ണെടുക്കുകയാണ്. ഇതിപ്പോൾ ഒരു രക്ഷിതാവ് എഴുന്നേറ്റ് നിന്ന് എൻ്റെ കുട്ടി വരൂല എന്ന് പറഞ്ഞുകൊണ്ട് ലോകം അറിഞ്ഞു. എത്ര സ്കൂളുകളിൽ ഇത് നടക്കുന്നുണ്ട്. രക്ഷിതാക്കൾ സൈലൻ്റ് ആകുമ്പോൾ ആരും അറിയുന്നില്ല. ഇത് ഈ ഒരു കുട്ടിൻ്റെ മാത്രം പ്രശ്നമൊന്നുമല്ല. നമ്മുടെ നാട്ടിലെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഇതുമാത്രമാണോ? ഇതുപോലെയുള്ള പല സ്ഥാപനങ്ങളിലും അവരുടെ പ്രാർത്ഥനകളിൽ പങ്കെടുക്കാൻ നിർബന്ധിതരാകുന്ന കുട്ടികളുണ്ട്. 5 നേരം നമസ്കാരത്തിന് സമയമില്ല, അത് മിസ്സാണ്. പിന്നെ അവിടെ മുട്ടുകുത്തിയിരുന്ന് കുരിശു വരക്കൽ അവിടെ പ്രാർത്ഥനയുടെ ഭാഗമാണ്. ആ പഠനത്തിൽ അവർ പങ്കെടുക്കൽ അവർക്ക് നിർബന്ധമാണ്. അതിനും നമ്മൾ നിന്നുകൊടുക്കുകയാണ്. അതിൽ നമ്മുടെ രക്ഷിതാക്കൾ എന്ന നിലയിൽ ആർക്കും ഒരു പ്രശ്നമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അതുമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ചേർക്കുമ്പോൾ നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നമ്മൾ ജാഗ്രത കാണിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസിൽ കാണാം, മാ നഹല വാലിദുൻ വലദൻ അഫ്ദല മിൻ അദബിൻ ഹസനിൻ. നമ്മുടെ മക്കൾക്ക് നമ്മൾ കുറേ സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കാറില്ലേ? ഒരു പിതാവ് ഒരു മകന് അല്ലെങ്കിൽ ഒരു മകൾക്ക് നൽകുന്ന സമ്മാനങ്ങളിൽ ഏറ്റവും വലിയ സമ്മാനം എന്താ? അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മിൻ അദബിൻ ഹസനി എന്നാണ്. നല്ല അദബ് കുട്ടീനെ പഠിപ്പിച്ചു കൊടുക്കുകയെന്ന്, ദീന് കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒരു പിതാവിന് മകന് അല്ലെങ്കിൽ മകൾക്ക് ചെയ്തു കൊടുക്കാനുള്ള ഏറ്റവും വലിയ സമ്മാനം. ആ സമ്മാനം എത്ര ആൾക്ക് നൽകാൻ പറ്റിയിട്ടുണ്ടാവും? അതിനുള്ള പരിശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. വേറെ എത്ര വിലപിടിപ്പുള്ള വസ്തുക്കൾ നിങ്ങൾ മക്കൾക്ക് സമ്മാനമായി നൽകിയാലും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഈ ഒരു സമ്മാനത്തിൻ്റെ അരികിലേക്ക് നമ്മൾ എത്തൂല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ബോധവും ഇസ്ലാമിക ആദർശവും കുട്ടികൾക്ക് പകർന്നു നൽകണം. 5 നേരം നിസ്കരിക്കൽ നിർബന്ധമാണ് കുട്ടിനെ പഠിപ്പിക്കണം. അതിന് പറ്റാത്ത സാഹചര്യം മോനെ നിനക്കുണ്ടോ എങ്കിൽ അന്ന് ആ സ്ഥലം നീ ഒഴിവാക്കണം. അത് നമ്മളിലൂടെ കുട്ടി പഠിക്കണം. ആ സ്കൂൾ നമ്മൾ മാറ്റി ചേർക്കണം. അതുപോലെ തന്നെ ശിർക്കിൻ്റെ പ്രവർത്തനങ്ങൾ സന്മാർഗ പാഠം എന്ന പേരിൽ പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് ഈ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളുകൾ പല സ്ഥലങ്ങളും നടക്കുന്നുണ്ട്. കുട്ടികളിരുന്ന് കുരിശു വരച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥകൾ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ സ്കൂളിൽ തന്നെ മുമ്പ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പലപ്പോഴും നമ്മൾ വായിച്ചതാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ വിഷയത്തിൽ ജാഗ്രത കാണിക്കുക എന്നുള്ളത്, നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങളിൽ ജാഗ്രത കാണിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് എന്നതാണ് മറ്റൊരു കാര്യം ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു പോയിൻ്റ് എന്തെന്ന് വെച്ചാൽ, ഒരു മുസ്ലിം എന്ന നിലയിൽ നമ്മൾ മതേതര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒരു മുഅ്മിൻ എന്ന നിലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അവൻ നിർഭയനായി ജീവിക്കേണ്ടവനാണ്. മുഅ്മിൻ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ നിർഭയത്വം എന്നുള്ളതാണ്. അമ്നി എന്ന പദത്തിൽ നിന്നാണ് മുഅ്മിൻ എന്ന പദം വരുന്നത്. അപ്പോൾ ഏത് സാഹചര്യങ്ങളിലും ഏത് സന്ദർഭങ്ങളിലും അവന് നിർഭയനായിരിക്കും. നിർഭയനായി ജീവിക്കുന്നതിൻ്റെ കൂടെ തന്നെ ആ നിർഭയത്വം കൂടെ ജീവിക്കുന്ന കൂടപ്പിറപ്പുകൾക്കും അതുപോലെ തന്നെ ചുറ്റുപാടിലുള്ള ആളുകൾക്കും കിട്ടുന്ന രീതിയിലായിരിക്കണം മുസ്ലിമിൻ്റെ ജീവിതം. അവിടെ മുസ്ലിമുണ്ട്, അതുകൊണ്ട് അവിടെ നിർഭയത്തല്ല എന്ന അവസ്ഥയല്ല ഉണ്ടാവേണ്ടത്. അവൻ മുസ്ലിമാണ്, അതുകൊണ്ട് അവനെ വിശ്വസിക്കാം. മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടമാണ്, അതുകൊണ്ട് അവിടെ നമുക്ക് വീട് വെക്കാം. കാരണം ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മറ്റുള്ള ആളുകൾ അവൻ്റെ നാവിൽ നിന്നും അവൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടവനാണ്, അവനാണ് മുഅ്മിൻ, അവനാണ് മുസ്ലിം. അതുകൊണ്ട് തന്നെ നമ്മുടെ കാരണത്താൽ ഒരാൾക്കും ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല എന്ന ഒരു നിർബന്ധ ബുദ്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതായിരിക്കണം ഒരു വിശ്വാസിയുടെ, ഒരു മുസ്ലിമിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ.
പ്രത്യേകിച്ച് ഇസ്ലാമോഫോബിയ ഉള്ള ഈ കാലഘട്ടത്തിൽ ഏതൊക്കെ രീതിയിൽ മുസ്ലിങ്ങളെ തീവ്രവാദികളും ഭീകരവാദികളുമാക്കി ജനങ്ങൾക്കിടയിൽ ഭയപ്പെടുത്താൻ സാധിക്കുമോ അതിനുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നോക്കി നടക്കുന്ന ഒരു സമൂഹം അതിനു വേണ്ടി തന്നെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് കാണിക്കാൻ പറ്റണം. ഏതുപോലെ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹിജ്റ പോകുമ്പോൾ, അബിസീനിയയിലേക്ക് ഹിജ്റ പോകാൻ നിൽക്കുമ്പോൾ ഇബ്നു ദുഗിന്ന എന്ന ഒരു അമുസ്ലിം വിളിച്ചിട്ട് അബൂബക്കർ റളിയല്ലാഹുവിനോട് പറയുന്നില്ലേ, അബൂബക്കറെ താങ്കൾ ഇവിടുന്ന് പോകാൻ പാടില്ല. അതിൻ്റെ കാരണം അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഫ ഇന്ന മിസ്ലക യാ അബാ ബക്കർ ലാ യഖ്റുജ്, അബൂബക്കർ നിങ്ങളെപ്പോലെയുള്ള ഒരാൾ ഈ നാട് വിട്ട് പോകാൻ പാടില്ല. വലാ യുഖ്റജ്, ഈ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടാനും പാടില്ല. അൻത തക്സിബുൽ മുഅദം, കാരണം പ്രയാസപ്പെടുന്ന ആളുകൾക്ക് താങ്കൾ സമ്പത്ത് നൽകുന്നവനാണ്, അവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് താങ്കൾ. അതുപോലെ തന്നെ വതസ്ലുർ റഹിം, കുടുംബബന്ധം ചേർക്കുന്നവനാണ്. വതഹ്മിലുൽ കല്ല, പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ വഹിക്കുന്നവനാണ്. വതുഖ്രി ദൈഫ, അതിഥിയെ ആദരിക്കുന്നവനാണ്. വതുഈനു അലാ നവാഇബിൽ ഹഖി വഅന ലക ജാറുൻ ഇർജി വഅബ്ദു റബ്ബക ബിബലദിക്. അതുകൊണ്ട് ഞാൻ നിനക്ക് സംരക്ഷണമേകാം, നീ മടങ്ങി നിൻ്റെ വീട്ടിലേക്ക് പോ, നീ നിൻ്റെ റബ്ബിനെ ആരാധിച്ച് ജീവിച്ചോ എന്ന് ഒരു അമുസ്ലിമായ വ്യക്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെറുതെ പറഞ്ഞതല്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ന ആ സ്വഹാബിയുടെ ജീവിതമാണത്. ഇതുപോലെ എത്ര അബൂബക്കർമാർ നമുക്കിടയിലുണ്ട്, ഒരുപാട് ഇബ്നു ദുഗിന്നമാർ നമുക്കിടയിലുണ്ടാകാം. അവർക്കത് പറയാൻ പറ്റണമെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് എന്താണ് ഇസ്ലാം, ആരാണ് മുഅ്മിൻ എന്ന് കാണിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റണം. അതും ഒരു പ്രബോധനമാണ്. പലപ്പോഴും ഇസ്ലാമിലേക്ക് കടന്നു വന്നതൊക്കെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും ആളുകളുടെ സ്വഭാവവും ആളുകളുടെ പെരുമാറ്റവും കണ്ടിട്ടാണ് അവർ ദീനു പഠിക്കുക, ദീനു മനസ്സിലാക്കുക. അതുകൊണ്ട് ആ ഭാഗം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നോക്ക് നിങ്ങൾ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക ഫത്ഹിൽ എല്ലാം വിജയിച്ച് മക്ക നബിക്ക് കീഴിലായി നിൽക്കുന്ന സാഹചര്യത്തിൽ നബി ഒരുപാട് ഉപദ്രവിച്ച, വർഷങ്ങളോളം ശഅബ് അബീ ത്വാലിബിൻ്റെ മലഞ്ചിരവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കുടുംബത്തെയും ബന്ദികളാക്കി വെച്ചിട്ടുള്ള ഒരു സമൂഹമാണ് മക്കയിലുണ്ടായിരുന്നത്. അവരൊക്കെ നബിക്ക് കീഴിലാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില വചനങ്ങളുണ്ട്. മൻ ദഖല ദാറ അബീ സുഫിയാൻ ഫഹുവ മുഅ്മിൻ. അന്ന് അബൂ സുഫിയാൻ മുസ്ലിമായിട്ടില്ല. അബൂ സുഫിയാൻ്റെ വീട്ടിൽ ആരാണോ ഉള്ളത് അവന് നിർഭയനാണ്. പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഒരു തെറ്റിദ്ധാരണ ഇന്ന് ആളുകൾക്കിടയിലുണ്ട്. സ്നേഹം അത് പരസ്പരം ഉണ്ടാകേണ്ടത് മുസ്ലിങ്ങളോട് മാത്രമാണ്. അമുസ്ലിങ്ങളെല്ലാവരെയും വെറുക്കുകയാണ് വേണ്ടത്, അമുസ്ലിങ്ങളെ സ്നേഹിക്കാൻ പാടില്ല, അവരോട് വെറുപ്പുണ്ടായിരിക്കണം എന്ന് പ്രചരിപ്പിക്കുന്ന ആളുകളെ സമൂഹത്തിൽ കാണാം. എന്നാൽ അത് ഇസ്ലാമിനെതിരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ത്വാലിബിനെ സ്നേഹിച്ചിട്ടില്ലേ? ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത. ആരെ പറ്റിയാണ് പറഞ്ഞത്? അബൂ ത്വാലിബിനെ പറ്റിയാണ് പറഞ്ഞത്. പാടില്ല എന്ന് ഇസ്ലാം പറഞ്ഞ സ്നേഹം അത് മതപരമായ സ്നേഹമാണ്. ത്വബീഇയായി, പ്രകൃതിപരമായി. ഉമ്മ ചിലപ്പോൾ കാഫിറായിരിക്കാം, ആ ഉമ്മയെ സ്നേഹിക്കണ്ടേ? ഉപ്പ മുസ്ലിമായിരിക്കാം, ഉപ്പയെ സ്നേഹിക്കണ്ടേ? എത്രത്തോളം മഹാനായ ഷെയ്ഖ് ഉസൈമീൻ റഹ്മഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറുകളിൽ പറയുന്നുണ്ട്, ഒരു അമുസ്ലിം ഡോക്ടറുടെ അരികിലേക്ക് പോയി ഒരു മുസ്ലിം, അയാളുടെ ട്രീറ്റ്മെൻറ്റിൽ അയാൾക്ക് ആശ്വാസം കിട്ടി. ആ ഡോക്ടറോടൊരു സ്നേഹം ഉള്ളിൽ തോന്നും. അത് ഇസ്ലാം വിലക്കിയ സ്നേഹത്തിൻ്റെ ഭാഗമല്ല, അത് ഇസ്ലാം അനുവദിച്ച സ്നേഹത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ നമുക്ക് സ്നേഹിക്കാം. ആ സ്നേഹം തെറ്റാണെന്ന് ആരും ഒരു പണ്ഡിതന്മാരും പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് ദീനിയായ സ്നേഹത്തെയും ഈ ത്വബീഇയായ സ്നേഹത്തെയും പരസ്പരം കൂട്ടിക്കലർത്തി ആളുകൾക്കിടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ് അങ്ങനെയുള്ള ആളുകൾ ചെയ്യുന്നത്. ഇവിടെ നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? മൻ ദഖല ദാറ അബീ സുഫിയാൻ ഫഹുവ ആമിൻ. അബൂ സുഫിയാൻ്റെ വീട്ടിൽ പ്രവേശിച്ചവൻ. അബൂ സുഫിയാൻ ഒരു ഫള്, ഒരു പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുകയാണ് അവിടെ. പിന്നീട് ആ കാരണത്താലൊക്കെ തന്നെ അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അവൻ ആമിനാണ്, അവൻ നിർഭയനാണ്. ആരാണ് അബൂ സുഫിയാൻ? ബദർ യുദ്ധത്തിൽ അതിൻ്റെ കാരണം അബൂ സുഫിയാനിൽ നിന്നാണ്. ആ സംഘത്തിൻ്റെ നേതാവ് അബൂ സുഫിയാനായിരുന്നു. ഉഹുദിൽ അബൂ സുഫിയാൻ ഉണ്ടായിരുന്നു.
ആ അബൂ സുഫിയാൻ്റെ വീട്ടിൽ പ്രവേശിച്ചവൻ നിർഭയനാണെന്ന് എല്ലാ വിജയവും വെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു രാജാവിൻ്റെ പ്രഖ്യാപനമാണ്. വമൻ ദഖലൽ മസ്ജിദ ഫഹുവ ആമിൻ. ആരാണോ ഈ പള്ളിയിൽ പ്രവേശിച്ചത്, മസ്ജിദുൽ ഹറമിൽ, അവന് നിർഭയനാണ്. വമൻ അഅലഖ ബാബഹു ഫഹുവ ആമിൻ. ആരാണോ തൻ്റെ വീട്ടിൽ കയറി വാതിൽ അടച്ചിരിക്കുന്നവൻ, വാതിൽ കുത്തി തുറന്ന് ആർക്കെതിരെയും പ്രതികാരം നിൽക്കുന്ന ദിവസമല്ലെന്ന്, അവന് നിർഭയനാണ്. വമൻ അൽഖസ്സലാഹ വഹുവ ആമിൻ. ആയുധം താഴെ വെച്ചവൻ ആരാണോ ഉള്ളത്, അവന് നിർഭയനാണ്. ഇങ്ങോട്ട് ആക്രമിക്കാൻ ആയുധവുമായി വരുന്നവനോട് മാത്രമേ ഇന്ന് തിരിച്ചക്രമം ഉണ്ടാകുള്ളൂ. അല്ലാത്തവരെല്ലാം നിർഭയമുള്ളവരാണ്. അവർക്കെല്ലാം അമാനത്തുണ്ടെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പ്രഖ്യാപിക്കുകയാണ്. ഇതാണ് ദീൻ എന്ന് പറഞ്ഞാൽ, ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. ഇത്ര സുന്ദരമായ ഇസ്ലാമിൻ്റെ മുഖം ആളുകൾക്കിടയിൽ കാണിച്ചു കൊടുക്കേണ്ടത് അത് ഒരു സംസാരം കൊണ്ടല്ല. ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങൾ മുസ്ലിങ്ങളെ നോക്കണ്ട കേട്ടോ, ഇസ്ലാം ഇതാന്ന് പറയുന്നതിൽ എന്തർത്ഥമുള്ളത്? ചില ആളുകൾ അങ്ങനെ പറയുന്നതായി കാണാം. മുസ്ലിങ്ങളെ നോക്കണ്ട, ഇതാണ് ഇസ്ലാം. അപ്പോൾ പിന്നെ മുസ്ലിമായി കഴിഞ്ഞാലോ, ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയിട്ട് അയാൾക്ക് ഇസ്ലാം ആവണമല്ലോ, അയാളും പിന്നെ നമ്മളെപ്പോലെ ജീവിക്കണ്ടേ? അപ്പോൾ അയാൾക്ക് മാത്രം ഇസ്ലാം കിട്ടിയാൽ മതി, നമ്മളൊന്നും ഇസ്ലാമിലല്ല എന്നാണോ? എൻ്റെ ജീവിതം നോക്കി ഇതാണ് ഇസ്ലാം എന്ന് നമുക്ക് ഒന്ന് പറയാൻ പറ്റുമോ? അന്നാണ് നമ്മൾ ജയിക്കുക. നമ്മുടെ ജീവിതം കൊണ്ട് എന്താണ് ഇസ്ലാം എന്ന് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റണം. ആ രീതിയിലുള്ള പെരുമാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകണം. അപ്പോഴാണ് പൊതുസമൂഹത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ കൂടെ നമുക്ക് കിട്ടുക. ഇബ്നു ദുഗിന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു നൽകിയ സംരക്ഷണം അത് നമുക്ക് ആവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിൽ ആ സംരക്ഷണം നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അതുണ്ടാകണമെങ്കിൽ ആ രീതിയിലുള്ള പെരുമാറ്റവും ആ രീതിയിലുള്ള സംസാരവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഓരോ ചർച്ചകൾ വരുമ്പോഴും അതുപോലെ തന്നെ നാട്ടിൽ ഇതുപോലെയുള്ള പല വ്യത്യസ്തങ്ങളായ ചർച്ചകളൊക്കെ നാട്ടിലുണ്ടാകുമ്പോഴൊക്കെ അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തൊക്കെ സാഹചര്യങ്ങളുണ്ടായാലും ഒന്നാമത് എൻ്റെ ലക്ഷ്യം പരലോകമാണ്. രണ്ടാമത് എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ടാകും. ആ റബ്ബിൻ്റെ സ്നേഹവും ആ റബ്ബിൻ്റെ ഇഷ്ടവുമാണ് എനിക്ക് വലുത്. അതിനപ്പുറം ആര് എന്തൊക്കെ പറഞ്ഞാലും, എന്തൊക്കെ പ്രയാസങ്ങൾ, എന്തൊക്കെ പ്രതിസന്ധികൾ എൻ്റെ മുന്നിൽ നിരത്തി വെച്ചാലും എനിക്കതൊരു പ്രശ്നമല്ല. കാരണം എൻ്റെ റബ്ബിനെ സ്നേഹിച്ചാൽ, എൻ്റെ റബ്ബിനെ സൂക്ഷിച്ചാൽ അവൻ എനിക്ക് താങ്ങും തണലുമായി ഉണ്ടാകുമെന്ന ബോധവും നമ്മുടെ മനസ്സിലുണ്ടാകണമെന്നാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഹിജാബ് വിഷയമെന്ന നിലയിൽ ഒന്നുകൂടെ സൂചിപ്പിക്കുന്നത്, നമ്മുടെ മക്കളെ, അതുപോലെ തന്നെ സ്ത്രീകളെന്ന നിലയിൽ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ, നമ്മുടെ മക്കൾ, നമ്മൾ ഹിജാബ് എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും ആ ഹിജാബ് ധരിക്കാൻ ഇന്ന കാരണത്താൽ പറ്റൂലെങ്കിൽ അവിടെ ഹിജാബല്ല മാറ്റേണ്ടത്, ആ കാരണത്തെ ഒഴിവാക്കാൻ പറ്റണം. കാലിനനുസരിച്ചല്ലല്ലോ ചെരുപ്പ് മുറിക്കേണ്ടത്, കാലിനനുസരിച്ച് ചെരുപ്പാണ് മാറ്റേണ്ടത്. ചെരുപ്പിനനുസരിച്ച് നമ്മളെ കാല് മുറിച്ചാൽ, ഇതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. ഹിജാബ് ഇട്ട് വരാൻ പറ്റൂലേ, എന്നാ ഹിജാബ് വേണ്ട. കുറച്ച് കഴിഞ്ഞാൽ അവർ പറയും മുട്ട് വരെ എത്തി നിൽക്കുന്ന ഡ്രസ്സ് മാത്രമാണ് ഈ സ്ഥാപനത്തിൽ പെൺകുട്ടികൾ ധരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ തയ്യാറാകേണ്ടി വരും. ഇസ്ലാമിൻ്റെ കണ്ണിൽ രണ്ടും ഒരുപോലെയാണ്. രണ്ടും ഔറത്ത് മറച്ചാൽ എന്താണോ കുറ്റം കിട്ടുന്നത്, ഔറത്ത് വെളിവായാൽ എന്താണോ കുറ്റമുള്ളത്, അതേ കുറ്റം രണ്ടാൾക്കുണ്ടാവും. പക്ഷേ നമ്മളിങ്ങനെ താഴ്ന്നു കൊടുക്കേണ്ട ആളുകളല്ല. ഇത് അള്ളാഹുവിൻ്റെ ദീനാണ്, അള്ളാഹുവിൻ്റെ മതമാണ് എന്ന ബോധവും ആ ഒരു ആത്മാഭിമാന ബോധമാണ് നമുക്കുണ്ടാകേണ്ടത് എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.